ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഇപ്പോൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരും അനാഥരായിട്ട് ജനിക്കണില്ല അല്ലേ? അപ്പോൾ എല്ലാവരും സനാഥർ തന്നെയാണ്. ആരും അനാഥരായിട്ട് ജനിക്കണില്ല. അതുപോലെ തന്നെ കുട്ടികൾ നല്ല പ്രായമായവരാണെങ്കിലും ആരും അനാഥരല്ല അല്ലേ? അപ്പോൾ ചിലർക്ക് മാത്രം മക്കളില്ലാതെയൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർ അനാഥരാന്ന് പറയാം. പക്ഷെ മറ്റുള്ള ബന്ധുക്കളുണ്ടാവും. എന്നാലും ഇന്നത്തെ കാലത്ത് മക്കൾക്ക് തന്നെ വേണ്ടാത്ത അച്ഛനമ്മമാരേനെ മറ്റുള്ളവർ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാവില്ല അല്ലേ? അപ്പോൾ പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുള്ളത് ഒരു ബാധ്യതയായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അവരുടെ ചെറുപ്പം, അതായത് ആ അച്ഛൻ്റെയും അമ്മയുടെയും ചെറുപ്പകാലം മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളെ നോക്കിയിട്ടും മക്കളുടെ മക്കളെ നോക്കിയിട്ടും പേരമക്കളെ നോക്കിയിട്ടും അതുപോലെ തന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ചിട്ടയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം നടത്തി എല്ലാ പണികളും ചെയ്യുമ്പോൾ അവരേനെ എല്ലാവർക്കും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പ്രായമായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലമാകുമ്പോൾ അവരെ തൊട്ടത് കുറ്റം പിടിച്ചത് കുറ്റം എന്ന് പറഞ്ഞ പോലെ തന്നെ അവരെ കൺമുന്നിൽ കാണുന്നത് തന്നെ എല്ലാവർക്കും എന്തെന്ന് പറയുക, അത്തച്ചതുർത്ഥി കണ്ട പോലെ എന്ന് പറയും അല്ലേ, അതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മക്കളേനെ നമ്മൾ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അല്ലെങ്കിൽ അമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയോ പേര് കുട്ടികളില്ലാതെ, ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ പേര് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന അവരുടെ മാനസിക വിഷമം അല്ലെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ മക്കളുണ്ടാവാനായിട്ട് അവർ നോൻപ് നോറ്റും വ്രതം എടുത്തും അതുപോലെ പ്രാർത്ഥനയും വഴിപാടുകളായിട്ട് കഴിയുന്നവരാണ് അല്ലേ? അപ്പോൾ അങ്ങനത്തെവർക്ക് കുട്ടികളുണ്ടാകാൻ എന്തെങ്കിലും അവരുടെ ചിലർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ഇരുന്നിട്ട് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ഇല്ലാതെ ഇരുന്നിട്ട് പിന്നീട് 10-15 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുണ്ടാകുന്നവരുണ്ട്. അതുപോലെ തന്നെ PCOD അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്കും ചിലപ്പോൾ വൈകിട്ടൊക്കെ കുട്ടികളുണ്ടാകാം. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഇതുപോലെ കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ട് ആ കുട്ടികളെ വഴിയോരങ്ങളിലും അതുപോലെ കുപ്പത്തൊട്ടികളിലും പിന്നെ അമ്മത്തൊട്ടിൽ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോയി വെക്കുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മക്കൾ ഉണ്ടാവുന്നത് നമ്മൾ മുഖാന്തരമാണ്. ആ മക്കളെ നമ്മൾ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുമ്പോൾ ഏറ്റവും ഒരു വിഷമം തന്നെയാണ് കേട്ടോ, കാണുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും കേട്ടോ. മക്കളുള്ളവർക്ക് ഉള്ള ദുഃഖം, മക്കളില്ലാത്തവർക്ക് ഇല്ലാത്ത ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും നന്നായി ജീവിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും എല്ലാം തികഞ്ഞ പോലെ നമുക്ക് മക്കളെ കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ? നമ്മൾ എന്തൊക്കെ ചിട്ടകളെ കൂടെ വളർത്തിക്കാളും, എന്തൊക്കെ സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്ത് വളർത്തി കൊണ്ടുവന്നാലും ചിലപ്പോൾ നാശാവുന്ന മക്കൾ നാശാവും. എല്ലാവരും ഒരുപോലെ നന്നായിട്ട് ജീവിച്ചോളണമെന്നില്ല അല്ലേ? അതൊക്കെ ഓരോരുത്തരും വിധി അല്ലെങ്കിൽ യോഗം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ എത്രമാത്രം സ്നേഹിച്ച് വളർത്തുന്നുണ്ട്, അവരെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിനേക്കാളും മുൻപുള്ള കാലഘട്ടങ്ങളിലുള്ള അച്ഛനമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് മക്കളെ വളർത്തിയവരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയാണ് ഞാൻ പറയുകയാണ്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛനമ്മമാർ മക്കളെ വളർത്തി കൊണ്ടുവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അച്ഛനമ്മമാർ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് മക്കളെ വളർത്താൻ പറ്റില്ല വെച്ചിട്ട് വലിച്ചെറിയണമെന്നില്ലല്ലോ, നോക്കി വളർത്തി കൊണ്ടുവന്ന് വലുതാക്കി അവരവരെ കൊണ്ട് കഴിയുന്ന പോലെ വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ട് ഇന്ന് ആ മക്കൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു കാലമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള കുറച്ച് പേര് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അവിടെ പോയ സമയത്ത് ഒരു അമ്മൂമ്മ, കാണാൻ നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മൂമ്മ അവിടെ അങ്ങനെ ഇരിക്കുക അത്ര. അപ്പോൾ ഇവർ തൊഴാൻ ക്യൂ നിൽക്കുന്ന സമയത്തും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, തൊഴുത്ത് ഇറങ്ങി വരുമ്പോഴും അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ കൂടിയേക്കണു. അപ്പോൾ ഇവരും വെറുതെ അവിടെ നിന്ന് ചെന്ന് നോക്കിയ സമയത്ത് ഈ അമ്മൂമ്മ മക്കൾ അവിടെ കുടന്നിരുത്തിയേക്കാണ്. ഇപ്പോൾ വരാം ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കുടന്നിരുത്തിയേക്കാണ് അത്ര. അങ്ങനെ ഇരുത്തി പോയതാണ്. അപ്പോൾ ഇത്രയും സമയമായിട്ട് കാണാനില്ല. അവർക്ക് പണ്ടത്തെ പോലെയല്ല, ഇന്ന് എല്ലാവർക്കും ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ പല അസുഖങ്ങളുള്ളവരുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ അമ്മൂമ്മ ക്ഷീണമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വയ്യാതെ കിടക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എല്ലാവരും അന്വേഷിച്ചു. അങ്ങനെ അവിടുന്ന് ആൾക്കാർ എവിടേക്കോ കൊണ്ടുപോയി അന്വേഷണമായി കാര്യങ്ങളായി. ഒന്നും പറഞ്ഞു കൊടുക്കാം, മക്കളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത കണ്ടു. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലത്തിൻ്റെ താഴെ ഒരു അച്ഛനെ, 65കാരനായ ഒരു അച്ഛനെ മക്കൾ അവിടെ ഉപേക്ഷിച്ച് പോയേക്കണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം പത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് പല സ്ഥലങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പം മക്കളെ നോക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്, അച്ഛനമ്മമാരെ നോക്കുന്ന മക്കളുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, നോക്കാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്. പ്രായമാകും തോറും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവില്ല അച്ഛനമ്മമാരുടെ സ്വഭാവത്തിൽ പല വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും തൃപ്തിയില്ലായ്മ, എന്ത് ഭക്ഷണം കൊടുത്താലും വേണ്ടാന്ന് പറയൽ, അല്ലെങ്കിൽ അവർ മുൻകാലങ്ങളത്തെ കാര്യങ്ങൾ പറയൽ. ഞാൻ മുൻപ് നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ച സാഹചര്യങ്ങൾ നമ്മോട് പറയാം. ഇന്നിപ്പോൾ അണുകുടുംബമാകുമ്പോൾ നമുക്ക് കൂട്ടുകുടുംബത്തിലെ പോലെ എപ്പോഴും ഒരാളെ നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാനോ പറ്റില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ശരിയാക്കി കൊടുക്കുന്ന രീതിയിൽ നോക്കുന്ന മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പുറം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായൊക്കെയായി റിട്ടയർഡായി അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർ മക്കൾക്കായിട്ട് സമ്പാദിക്കണില്ല, അവർക്കായിട്ടുള്ള സമ്പാദ്യം ഒരു കൂട്ടി വെച്ചിട്ട് അവർ ജീവിക്കുന്നു, അങ്ങനെയുള്ളൂ. നമ്മൾ നാളേക്ക് എന്ന് ചിന്തിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം, നമ്മൾ എന്തൊക്കെ ദുരിതങ്ങളും ഇതൊക്കെ സഹിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ എവിടെയും പോവാതെ ഒരു ടൂർ പോവാതെ അല്ലെങ്കിൽ നമ്മൾ ജീവിതം ആസ്വദിക്കാതെ നമ്മുടെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് അല്ലേ, സമ്പാദിക്കുകയാണ്. എന്നിട്ട് എന്താ കാര്യം? ആ സമ്പാദ്യം നമ്മുടെ മക്കളെടുക്കും അല്ലെങ്കിൽ ആ വീട് നമ്മുടെ മക്കളെടുക്കും, നമ്മളതിനെ പുറന്തള്ളിപ്പോവും. അങ്ങനെ സംഭവിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് വേണ്ട രീതിയിൽ അവരെ നോക്കണം. അതെല്ലാം ചെയ്തതിന് ശേഷം മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവരവരുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കി പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ടൂർ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സിനിമയ്ക്കാണെങ്കിൽ പോലും ഒന്ന് പോകാനോ അവരവരുടെ ജീവിതം ആസ്വദിക്കാനോ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറ മിക്കവാറും അങ്ങനെയൊക്കെയാണ് പെരുമാറണത് എന്നാണ് ഞാൻ കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ പുറം നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്, നമ്മളിപ്പോൾ ഈ വയോജന വൃദ്ധസദനം ഇതൊക്കെ ഉണ്ടാവണില്ലേ, അതുപോലെ അവിടെ ഗവൺമെൻറ് അങ്ങനെ ആളുകളെ ഏറ്റെടുത്ത് അവിടെ നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേറെ ചിലവൊന്നുമില്ല, ഗവൺമെൻറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ളവർ സമ്പാദിച്ചാലും മക്കൾക്കായിട്ട് കൂട്ടി വെക്കണമെന്നില്ല, അങ്ങനെയൊക്കെ അവർ ജീവിച്ചു പോകുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ കാര്യം അച്ഛനമ്മമാർ ശ്രദ്ധിക്കണേ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എത്ര പ്രായം ചെന്ന മക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നാളേക്കെന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പേരമക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമ്പാദ്യം ചിലപ്പോൾ ചിലവർ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്ന വ്യക്തികളുണ്ടാവും, ചിലപ്പോൾ പണം ഉള്ളതെല്ലാം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് എവിടെയെങ്കിലും ഇതുപോലെ കൊണ്ടുപോയി വിടുന്ന സമ്പ്രദായം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവങ്ങൾക്കൊക്കെ മാറ്റം വരും. ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് നോക്കാനായിട്ട്, ഒരുപാട് നമുക്ക് തന്നെ ദേഷ്യം വരും മാനസികമായിട്ട്. അല്ലെങ്കിൽ നോക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എന്നെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരാൾ ഉള്ളൂ ഒറ്റയ്ക്ക്, അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക്. കാരണം ഇപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ പറയുന്നത്. രാത്രിയും പകലും ഞാൻ തന്നെ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന കാരണം കൊണ്ടും വീട്ടിൽ നമ്മൾ ഡിസ്ചാർജായി വന്ന് ഈ ഒരു മാസം ഞാൻ അങ്ങനെ കഴിഞ്ഞു, വീട്ടിൽ ഡിസ്ചാർജായി വന്നിട്ടും നമുക്ക് അയ്യോ ഞാൻ എങ്ങാനും ഉറക്കത്തിൽ പെടുമോ, അമ്മ എങ്ങാനും ഞാനറിയാതെ എഴുന്നേൽക്കുമോ, അങ്ങനെ നമുക്ക് ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ വെച്ചാൽ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അല്ലേ. അപ്പോൾ അത് വേറൊരാൾക്ക് നമ്മളോട് പറയാനോ വേറൊരാൾക്ക് അത് ഭാഗിച്ച് കൊടുക്കാനോ നമുക്ക് കഴിയില്ല. പിന്നെ എത്രമാത്രം സഹോദരങ്ങളുണ്ടെങ്കിലും, അതായത് ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് നോക്കാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് 2 ദിവസം കൊണ്ടുപോയി നിർത്താനോ നോക്കാനോ ചിലപ്പോൾ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ നോക്കുന്ന വ്യക്തി ആരോ ചിലപ്പോൾ ആ ആൾക്കാരെ മുഴുവനായിട്ടും അവരെന്നെ ഏറ്റെടുത്ത് നോക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കുന്നവരെന്നെ നോക്കുള്ളൂ, നോക്കാത്തവർ നോക്കില്ല. അതെത്രയായാലും ആ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ ചെയ്യുള്ളൂ കേട്ടോ. എന്താണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, എന്നോട് എത്രയോ പേര് പറയും ഞാൻ അമ്മേനെ അങ്ങനെ ബാത്റൂമിലേക്ക് രാത്രി കൊണ്ടുപോകുമ്പോഴും അതുപോലെ പകലാണെങ്കിലും ഞാൻ കൊണ്ടുപോയി ഇരുത്തി ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വരുമ്പോൾ എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ഒരു വടി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു വോക്കർ കൊടുത്താൽ മതി, അവർ തന്നെ പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർക്ക് പറയാം. എനിക്ക് പേടിയാട്ടോ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ അത് ഉണ്ടായത് കൊണ്ട് ഞാനത് ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഉണ്ടായത് കേട്ടോ. അതുപോലെ ബാത്റൂമിൽ അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോരട്ടെ, പിന്നെ എന്തിനാ അങ്ങനെ കൂടെ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെയെന്ന് പറയും. അപ്പോൾ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ശാരീരികമായിട്ട് വയ്യ, എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. ദേഷ്യം വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ എത്ര ചെയ്ത് കൊടുത്താലും അവരതിനെക്കുറിച്ച് പറയേ അല്ലെങ്കിൽ ഇത്തിരി ഓർമ്മക്കുറവുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അവർ ഓർമ്മയോട് കൂടിയിട്ടല്ല പറയുന്നത്. എന്നാലും നമ്മുടെ മാനസികാവസ്ഥ കാരണം എല്ലാം സഹിച്ചും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടുള്ള വിഷമങ്ങളും സഹിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറയുമ്പോൾ നമുക്കൊരു ദേഷ്യമൊക്കെ വരും. അത് സ്വാഭാവികമാണ്. എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ദേഷ്യം വരില്ല ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടെ വൃദ്ധസദനങ്ങൾ കൂൺ പോലെ മുളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ. ഭാവിയിൽ എല്ലാവർക്കും ആവശ്യങ്ങളൊക്കെ വരും, സമ്മതിച്ചു. പക്ഷേ ഈ കൂൺ പോലെ മുളച്ച് പൊന്തുന്ന ഈ വൃദ്ധസദനങ്ങളിൽ മക്കൾ അമ്മമാരേനെ അല്ലെങ്കിൽ അച്ഛന്മാരേനെ കൊണ്ടുപോയി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് അവിടെ കൊടുത്തിട്ട് ജീവിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ വൃദ്ധസദനങ്ങൾ 10 വൃദ്ധസദനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പിരിവിന് വന്നു എന്ന് വയ്ക്കും. ഓരോരുത്തർക്കും നമ്മൾ ഓരോ എമൗണ്ട് കൊടുത്ത് അവർക്ക് കിട്ടുമ്പോൾ നിസ്സാരമായിരിക്കും. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ പോലും അവർക്ക് നിസ്സാരമായിരിക്കും. പക്ഷേ 10 പേര് വന്നാൽ നമുക്ക് 1000 രൂപയാണ് പോകുന്നത്. എല്ലാവരും ഇപ്പോൾ ജീവിതത്തിൽ അത്രമാത്രം വരുമാന മാർഗം കാര്യങ്ങളായിട്ട് ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല അല്ലേ. ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കേരളത്തിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യമുണ്ടോ ഇല്ലേ അതവിടെ പ്രശ്നമില്ല. ലോൺ എടുത്തിട്ടാണെങ്കിൽ നമ്മളെല്ലാവരും വലിയ വീടുകൾ വയ്ക്കും. അതൊരു സ്വാഭാവികമായൊരു കാര്യമാണ് കേട്ടോ. തമിഴ്നാട്ടിലും ബാംഗ്ലൂരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നോക്കൂ. ചിലപ്പോൾ 2 മുറി അല്ലെങ്കിൽ ഒരു അടുക്കള ഒരു ഹാള് അത്രമാത്രം, ചിലപ്പോൾ 1 മുറി ഒരു അടുക്കള ഹാള് അത്രമാത്രം, അതിൽ എത്രയോ പേര് കഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അവരൊന്നും വീടിന് പ്രാധാന്യം കൊടുക്കണില്ല. അതായത് വീടിനെ മോടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ വലിയൊരു വീട് എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് അവരൊന്നും ജീവിക്കണില്ല. ഉള്ള വീട്ടിൽ ഉള്ളതിൽ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചു പോകും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ റൂമായിട്ടും അതുപോലെ തന്നെ വീട് എത്രമാത്രം ഓടിക്കൂട്ടാം അല്ലെങ്കിൽ വീടിന് എന്തൊക്കെ നമ്മൾ ഭംഗി വരുത്താം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആഡംബരമാക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ ലോൺ എടുത്തിട്ടാണ് നമ്മൾ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി സമ്പാദ്യം ആ ലോണിലേക്ക് അടഞ്ഞു പോവുകയാണ് അല്ലേ. അങ്ങനെ അടഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോൾ എടുത്തത് എത്ര ലക്ഷം വെച്ചാൽ അതിൻ്റെ ഇരട്ടി നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹോം ലോണൊക്കെ നമുക്ക് അത്രയും ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ധാരാളിത്തമായിട്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കരുതിയിട്ട് നമ്മൾ വീടുകളൊക്കെ മോടി പിടിപ്പിച്ചുണ്ടാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മക്കൾക്ക് ആ വീടൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അവർ ചിലപ്പോൾ അത് ഇടിച്ച് നിരപ്പാക്കിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വീട് പണിയുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മയും തൽക്കാലം മക്കളും കൂടിയിട്ട് നമ്മളൊരു വീട് പണിയുക, അടുക്കും ചിട്ടയവും അതുപോലെ സൗകര്യങ്ങളുമായിട്ട് അത്യാവശ്യം ചെറിയൊരു വീടാണെങ്കിലും അത് പണിത് കഴിഞ്ഞിട്ട് അവർ ജീവിക്കുക. ബാക്കിയുള്ള പണം അവരച്ഛനും അമ്മയും സമ്പാദിക്കുക. അപ്പോൾ ആരെങ്കിലും മക്കൾ നോക്കിയില്ലെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ നോക്കാനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടാണെങ്കിലും ജീവിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ വരുമാനം നമ്മളൊരു വൃദ്ധസദനത്തിലേക്ക് എഴുതി കൊടുത്താലും നമുക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റും. അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേച്ചീനെ വേറൊരു നാട്ടിലേക്കാണ് കല്യാണം കഴിച്ച് പോയേക്കുന്നത് കേട്ടോ. അവിടെ ആ ചേച്ചിക്ക് ഭർത്താവും ഒരു മകനേ ഉള്ളൂ. ഭർത്താവും മകനും ജോലിക്ക് പോവാണ്. ഈ ചേച്ചിക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായിട്ട് കിടന്ന കിടപ്പിലാണ്. എല്ലാം കിടന്ന കിടപ്പിലാണ്. അപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെച്ചു. ഭർത്താവിനെയും കുറ്റം പറയാൻ പറ്റില്ല, മകനെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഹോം നേഴ്സിനെ വെച്ചു. പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ഈ ഭർത്താവിനാണെങ്കിലും മകനാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇവരെ നോക്കാട്ടോ എന്ന് ഒരു മനസാക്ഷി കൊണ്ട് നോക്കാം. എന്തായാലും ആ ചേച്ചിയുടെ ബ്രദറും വൈഫും ആഴ്ചയിൽ ആ ചേച്ചീനെ കാണാനായിട്ട് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ആ ചേച്ചിയുടെ ചുണ്ടൊക്കെ പൊട്ടിയേക്കുന്നു. ചുണ്ടൊക്കെ പൊട്ടിയിട്ട് മുഖത്തൊക്കെ പാടുകളുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഇവർ നോക്കുമ്പോൾ ഇവർക്ക് പറയാനും അറിയില്ലല്ലോ, ഒന്നിനും പറ്റാതെ കിടക്കണതല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ആങ്ങളെ ഭാര്യേനെ അവിടെ 2-3 ദിവസം നിർത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവർ ഈ രോഗിയെ നോക്കാൻ നിർത്തിയിട്ടുള്ള ഹോം നേഴ്സിന് മനസാക്ഷിയില്ല. അവർക്ക് പണം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വന്ന ഹോം നേഴ്സ് എന്ത് ചെയ്തിരിക്കണോ, ഒരു ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ കോലോണ്ടാണോ എന്തുകൊണ്ടോ അറിയില്ല, കുത്തുകയാണ്. ഇത്ര വായിൽ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് കുത്തുകയാണ്. നടന്ന സംഭവമാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അങ്ങനെ കുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ വായ തുറക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കവളിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മാന്തുക, അങ്ങനെ നഖം വെച്ച് മാന്തുക, മുഖത്തൊക്കെ അടിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയെന്ന് പറയുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യണു. അപ്പോൾ ഈ ഭർത്താവിനാണെങ്കിലും മകനാണെങ്കിലും ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ ഇവരുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് കണ്ടറിയും. അപ്പോൾ അത്രയും അവർ ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളൊരു ഹോം നേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഹോം നേഴ്സിനെ വെച്ചെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആരാണെങ്കിലും, നമ്മുടെ അമ്മ ആയിക്കോട്ടെ, നമ്മളെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ആയിക്കോട്ടെ, ആരാണ് പേഷ്യൻ്റ് എന്ന് വെച്ചാലും അവരുടെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ
അനങ്ങാൻ വയ്യാതെ കിടക്കുക വെച്ചാൽ ഉള്ളിൽ ബോധമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബോധമുള്ളത് കൊണ്ട് അല്പസമയം അവരുടെ അടുത്ത് സമയം ചിലവഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമുക്കൊക്കെ ഈ ഉള്ള കാലങ്ങളിൽ ഹോം നേഴ്സിനെ വെക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. ഹോം നേഴ്സിന് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നമുക്ക് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാവണം. കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഹോം നേഴ്സിനെന്ന് പറഞ്ഞാൽ അവർക്ക് മാസം ഇത് കിട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ പ്രജയുടെ വല്യമ്മയ്ക്ക് വയ്യാതെ വല്യമ്മ വയ്യാതെ ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോം നേഴ്സിന് പാല് വേണം, മുട്ട വേണം, പിന്നെ ഇന്നെ ഭക്ഷണങ്ങളെ കഴിക്കുള്ളൂ നിർബന്ധം പറഞ്ഞു. പക്ഷേ വല്യമ്മയുടെ വീട്ടിൽ വല്യച്ഛൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവരത് സമ്മതിക്കുകയാണ്. കാരണം കാര്യങ്ങൾ നടന്നു പോകണ്ടേ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ മനസ്സാക്ഷിയുള്ള ഹോം നേഴ്സുമാരുണ്ട്. അവനവൻ്റെ വീട്ടിലത്തെ പോലെ അവനവൻ്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പോലെ നോക്കി കടമകൾ ചെയ്യുന്ന ഹോം നേഴ്സും ഉണ്ട് കേട്ടോ. പണം മാത്രം എന്നുള്ള ലക്ഷ്യത്തോടല്ലാതെ സ്നേഹത്തോടു കൂടി കൊണ്ട് നടന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹോം നേഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നല്ലതോ ചീത്തയോ നമുക്കറിയില്ല. നമുക്കത് അവരായിട്ട് ഇടപഴകി അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് അറിയുള്ളൂ. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കിയെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ അച്ഛനെയും അമ്മേനെയും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോരുമ്പോൾ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ അമ്മൂമ്മേനൊക്കെ അവിടെ അങ്ങനെ ഗുരുവായൂർ അവിടെ ആക്കി വെച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അച്ഛനെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊക്കെ വെച്ചാൽ എന്താ അറിയോ, എൻ്റെ അമ്മേനൊക്കെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഇരിക്കും, ഞാൻ അപ്പോൾ വരാട്ടോ, ഞാൻ അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നാൽ തന്നെ അയ്യോ അവിടുന്ന് എഴുന്നേറ്റ് പോയാവോ ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ തട്ടി തടഞ്ഞ് വീഴുമോ, അങ്ങനെ അയ്യോ ഒരു തൊഴിലുണ്ടാവില്ല നമുക്ക്, മനസ്സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അവർ തിരിച്ച് അവരുടെ അടുത്ത് എത്തണം വരെ കേട്ടോ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അമ്മ കിടക്കുമ്പോൾ സൈഡിൽ നമ്മളിങ്ങനെ കമ്പി അഴികളുള്ള ഇതിൽ ബെഡ് തന്നെയാണ്. എന്നാലും എനിക്ക് പേടിയ മെഡിസിനൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ മെഡിസിൻ മേടിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ റൂമിലായിരിക്കും. എങ്ങാനും ഇനി എൻ്റെ ഇപ്പുറത്ത് കൂടെ കാലിടുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇത്തിരി സോഡിയൊക്കെ കുറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതും ഇത്തിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്നത് പോലെയാണ് ഇപ്പോൾ അച്ഛനമ്മമാരെ, അതുപോലെ ആവശ്യമില്ലാതെ ജനിക്കുന്ന മക്കളേനെ കേട്ടോ. അപ്പോൾ ഈ ആവശ്യമില്ലാതെ ജനിക്കുന്ന മക്കളേനെ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് ജനിപ്പിക്കുന്നവരുടെ തന്നെ കുറ്റമാണ്. കാരണം മക്കളാരും തന്നെ ജനിക്കണതല്ല. അപ്പോൾ അത് ജനിപ്പിക്കുമ്പോൾ ജനിപ്പിച്ച് കഴിഞ്ഞാൽ നോക്കാം എന്നുള്ളൊരു മനസ്സാക്ഷി അല്ലെങ്കിൽ മനസ്സ് ജനിപ്പിക്കുന്നവർക്ക് വേണം കേട്ടോ. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. എത്ര പേര് ജീവിതം നഷ്ടപ്പെടുമ്പോൾ, അതായത് വിവാഹം കഴിഞ്ഞ് മക്കളായിട്ട് പോകുമ്പോൾ അച്ഛനും അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒരു കുടിയനാണ്, അങ്ങനെ അതുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല വെച്ചിട്ട് പോരുന്ന സമയത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ കുട്ടീനെ എനിക്ക് വേണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട, ചിലവ് വേണ്ട എന്ന് പറഞ്ഞിട്ട്, അതായത് കുട്ടീനെ വെച്ചിട്ട് വില പേശുന്നവരുണ്ട്. അപ്പോൾ ചിലവ് തരണം എന്നുണ്ടെങ്കിൽ കുട്ടീനെ ഞാനെടുക്കും, അല്ല ചിലവ് തരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ നീ കൊണ്ടുപോയിക്കോ, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ വേണ്ട, നിങ്ങളുടെ ഒരു മുതലും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നോക്കുന്ന അമ്മമാരില്ലേ, കഷ്ടപ്പെട്ട് അവരെ വളർത്തണില്ലേ. അപ്പം അങ്ങനെയുണ്ട് സമൂഹത്തിൽ. എന്തിനും ഏതിനും നമുക്ക് മനസ്സാണ് പ്രധാനം. മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇന്നത്തെ പത്രത്തിൽ ഇത് വായിച്ചപ്പോൾ ഒരുപാട് ന്യൂസുകൾ നമ്മളിങ്ങനെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരോടൊന്ന് പങ്കുവെക്കണമെന്ന്, അതുകൊണ്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.